ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഒരു ബ്രദറിൻ്റെ കല്യാണം ആയത് കാരണം കുറച്ച് ദിവസം ഞാനില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ എല്ലാവർക്കും ആദൂസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കിയത് എല്ലാവർക്കും ഒന്ന് ഞാൻ എപ്പോഴും തയ്യാറാക്കുന്ന ഐറ്റമാണിത്. ക്യാരറ്റും മുട്ടത്തോരനാണ്. അപ്പോൾ ക്യാരറ്റ് കൊണ്ട് നമ്മൾ എങ്ങനെ മുട്ടത്തോരൻ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. ഒരു വെറൈറ്റിയാണ്. നിങ്ങൾ കണ്ടു നോക്കിയാൽ ഫുള്ളായി കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് സൂപ്പറാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് ഇത് കഴിക്കാനായിട്ട്. ചെറിയ കുട്ടികൾ ഊണ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല പൊരുന്ന് വരും. ഒരിക്കൽ കഴിച്ചാൽ മതി, പിന്നെ വീണ്ടും വീണ്ടും നമുക്കത് ചെയ്തിട്ട് കഴിക്കാനുള്ള തോന്നും. നമുക്കിത് തയ്യാറാക്കി നോക്കി നമുക്കിതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കത്തിച്ചിട്ട് ഒന്ന് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല പോലെ കഴിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ നല്ല പോലെ പൊട്ടി വരണം. പൊട്ടി വരുമ്പോൾ നമുക്ക് 2 കപ്പലമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് തണ്ട് കരിവേപ്പിൻ്റെ ഇല. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. വേറൊരു ചട്ടി വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല, എണ്ണയൊന്നുമില്ല. ആ കടുക് വറുത്ത് കൊട്ടുകയാണ് നമ്മൾ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത്, ഇതിലിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് വെറും ക്യാരറ്റും ഉള്ളിയും ഒരു 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ മിക്സാക്കുക. നല്ലോണം യോജിപ്പിക്കണം. ചൂടോടെ കിടന്നിട്ട് തന്നെ ഇത് നല്ലോണം യോജിപ്പിക്കുക. ഇതിലേക്ക് ഇടുന്ന 2-3 ഐറ്റം കൂടിയിട്ട് നല്ലോണം യോജിപ്പിച്ച ശേഷം ഒന്ന് ആവിയിൽ വെച്ചെടുക്കുക. നമ്മളതാ ചെയ്യേണ്ടത്. കുറച്ച് ഐറ്റംസൊക്കെ ചേർക്കാം. കുറച്ച് ഉപ്പ്, ചേർത്തു. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും തേച്ചിട്ട് ഇട്ട ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വരണം. നമുക്കിത് അടച്ച് ഒരു 5 മിനിറ്റ് ഈ പൊടികളൊക്കെ ഇട്ട ശേഷം ഒന്ന് നല്ലപോലെ മിക്സായി വന്ന് നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ട, താത്തി വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റും കൂടെ വേണ്ട, 2-3 മിനിറ്റ് ആയാലും മതി. അതൊന്ന് അടച്ചിട്ട് നമുക്കൊന്ന് ആവി വെച്ചെടുക്കാം. താത്തിയാണ് വെച്ചിരിക്കുന്നത്. പ്ലേറ്റ് എടുക്കുക, അടച്ച് വയ്ക്കുക. 2 മിനിറ്റ്. 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 1/2 വേവലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആദ്യം കടുക് വറുത്ത് വെച്ചതിനെ ഒന്ന് കൊട്ടി നോക്കാം. കടുക് വറുത്ത് വെച്ച് ഒന്ന് കൊട്ടി. ഇപ്പം എന്തിനാ ചേച്ചി ഇങ്ങനെ ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടാവും അല്ലേ? ഒന്നുമില്ല, ഒരു വെറൈറ്റി. കാരണം വെച്ചാൽ ഈ ഉപ്പും മഞ്ഞ ഇതൊക്കെ ഒന്ന് ഒരു ആദ്യമേ തന്നെ കലത്തി വെച്ചിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒഴിക്കാനോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് ആവിയിൽ താത്തി വെച്ച് ആവിയിൽ തന്നെ നമുക്ക് വേവിക്കാം. കുട്ടികളൊക്കെ ചോറ് നല്ലോണം കഴിക്കും. ആദ്യമൊക്കെ അസരായി കഴിക്കും. ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ പൊതുവെ കുട്ടികളെല്ലാവരും നന്നായി കഴിക്കും. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അവന് വളരെ ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ. അപ്പോൾ നമുക്കിതിലൊരു പ്രധാനപ്പെട്ടൊരു ഇൻഗ്രീഡിയൻ്റാണ് മുട്ട. ഇപ്പോൾ ഒരു കോഴിമുട്ട എടുത്തിട്ട്
ഓ ഒരു മുട്ടയിൽ തന്നെ 2 വന്നു. സർപ്രൈസ്. 2 കരുവുണ്ട്. ഒന്നും ചെയ്യണ്ട, നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ നമുക്കിതെങ്ങനെ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ച മുട്ടയിലാണ് അപ്പോൾ 2 കരുക്കളുള്ളത്. അപ്പം നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ ഇതും ആക്കി വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയൊന്നും എരിവില്ല. എന്താ പറയുക, കാശ്മീരി ചില്ലിയാണ് ഞാൻ കുറച്ച് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും എരിവില്ല. അതും 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അത്ര എരിവില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ച് അവനെന്തോ പറയണം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കത് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓഡിയൻസിനൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടില്ലേ ഞാനും വിചാരിച്ചു. ഓഡിയൻസിന് സർപ്രൈസ് ആയി. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് നോക്കാം എന്തായി ഈ അവസ്ഥ എന്ന് കേട്ടോ. പൊരുന്ന് കുട്ടികൾക്കൊക്കെ എന്ത് ഇഷ്ടമാവും അറിയോ ഇത് കഴിച്ചാൽ. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയായിരിക്കും ഇതിന്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ആവിയിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. നല്ലോണം വന്നിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ അമത്തുമ്പോഴേക്കും 2ആയിട്ട് വരും. ഇതുണ്ടോ 2ആയിട്ട് വരണം. നല്ല പൊരുന്ന് നല്ല മണമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, എല്ലാവരുടെയിലും എത്തിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. പക്ഷെ ഇങ്ങനെ ചെയ്താൽ വളരെ ടേസ്റ്റാണ്. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ കടുക് ആദ്യം വറുത്തിട്ട് നമുക്കിതിലൊന്ന് കൂട്ടി ആദ്യം ഒന്ന് ഇപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് ഇതൊന്ന് കൂട്ടിയിട്ട് ഈ മുട്ടയിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ചോറുണ്ണും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പറയാം. ഓക്കെ, ബൈ.